ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ടാബ് ബാർ വിഡ്ജറ്റ് ആണ്. സോ ഇതൊരു മെറ്റീരിയൽ ഡിസൈൻ വിഡ്ജറ്റ് ആണ്. നമുക്കിതുപോലെ ഹൊറിസോണ്ടൽ റോ ഓഫ് ടാബ്സ് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും. സോ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. സോ ഉദാഹരണമായി നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ള ടാബ് ബാർ ആണിത്. സോ നമ്മൾ ഹോം എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മൾ ചാറ്റ്സ് പേജ് ഓപ്പൺ ആയി വരുന്നു. അതുപോലെ സെറ്റിങ്ങിൽ, അതുപോലെ ഷെയറിൽ ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ പേജുകൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടാബ് ബാർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കഫോൾഡിനെ നമുക്ക് ഒരു ടാബ് കൺട്രോളർ, അതായത് ഡിഫാൾട്ട് ടാബ് കൺട്രോളർ എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിലോട്ട് മാറ്റണം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്കഫോൾഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്യുക, റാപ്പ് വിത്ത് വിഡ്ജറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഡിഫാൾട്ട് ടാബ് കൺട്രോളർ എന്ന് കാണാൻ സാധിക്കും. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഡിഫാൾട്ട് ടാബ് കൺട്രോളർ. സോ ഇതിൽ രണ്ട് വിഡ്ജറ്റ് നമുക്ക് രണ്ട് പ്രോപ്പർട്ടി റിക്വയർഡ് ആണ്. ഒന്ന് ലെങ്ത്, അതുപോലെ മറ്റേത് ചൈൽഡ് വിഡ്ജറ്റ്. ചൈൽഡ് ഓൾറെഡി നമ്മുടെ സ്കഫോൾഡ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചൈൽഡായിട്ട് സ്കഫോൾഡ് മാറിയിട്ടുണ്ട്. രണ്ടാമതായി കൊടുക്കേണ്ട റിക്വയർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര ടാബ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ടാബാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം സ്കഫോൾഡ് എന്ന് പറയുന്നത് ഡിഫാൾട്ട് ടാബ് കൺട്രോളർ എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിലാണ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ടാബ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടാബ് ബാർ വിഡ്ജറ്റ് ആണ്. സോ ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആപ്പ് ബാറിൻ്റെ ബോട്ടം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ്. സോ ആപ്പ് ബാറിനുള്ളിൽ വരിക, ബോട്ടം എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ഇതിനുള്ളിൽ നമ്മൾ ടാബ് ബാർ ക്രിയേറ്റ് ചെയ്യുന്നു. ടാബ് ബാർ വിഡ്ജറ്റ്, ടാബ് ബാർ വിഡ്ജറ്റ്. സോ ഇതിനുള്ളിൽ നമുക്കൊരു ടാബ്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇത് റിസീവ് ചെയ്യുന്നത് ഒരു ലിസ്റ്റാണ്. സോ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു. അതിനുള്ളിൽ നമ്മുടെ ടാബ്സ് ഏതൊക്കെയാണെന്ന് കൊടുക്കുന്നു. നമുക്ക് ഐക്കൺ കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം. സോ നമ്മളിവിടെ ടാബ് വിഡ്ജറ്റ്. സോ ഇതിനുള്ളിൽ നമുക്ക് ചൈൽഡ് ഉണ്ടായിരിക്കും, ഹൈറ്റ് ഉണ്ടായിരിക്കും, ഐക്കൺ ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ തൽക്കാലം ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇതൊരു സ്ട്രിങ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ തൽക്കാലം നമുക്ക് വാട്സപ്പിലൊക്കെ കാണുന്ന പോലെ ചാറ്റ്സ് സ്റ്റാറ്റസ് കോൾസ് എന്ന് കൊടുക്കാം. ചാറ്റ്സ്. അതുപോലെ നമുക്ക് താഴെടുത്ത് കോപ്പി ചെയ്യാം. സോ 3 ടാബാണ് നമുക്ക് വേണ്ടത്. 3 തവണ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സ്റ്റാറ്റസ്, അതുപോലെ കോൾസ്. സോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിവിടെയും നമ്മൾ ലെങ്ത് നമ്മൾ 3 കൊടുത്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 3 ടാബ് ബാറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോൾ ടാബ് ബാർ ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ സേവ് ചെയ്യുന്നില്ല. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എറർ വരുന്നതായിരിക്കും. നമ്മൾ ടാബ് ബാർ വ്യൂ എന്ന് പറയുന്നൊരു വിഡ്ജറ്റ് കൂടിയുണ്ട്. അതുകൂടി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് സേവ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വിഡ്ജറ്റ് ഓപ്പൺ ആയി വരണം, അല്ലെങ്കിൽ ഓരോ പേജസ് ഓപ്പൺ ആയി വരണം. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ടാബ് ബാർ വ്യൂ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഹോം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ. നമ്മൾ താഴോട്ട് പോകാം. ഹോമിൽ നമ്മൾ ടാബ് ബാർ വ്യൂ എന്ന് പറയുന്ന വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ റിസീവ് ചെയ്യുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു ലിസ്റ്റാണ് റിസീവ് ചെയ്യുന്നത്. സോ ഈ ലിസ്റ്റിൽ നമ്മൾ മുകളിൽ 3 ടാബ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചാറ്റ്സ്, സ്റ്റാറ്റസ്, അതുപോലെ കോൾസ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 വിഡ്ജറ്റും നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഓരോ ആദ്യത്തെ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ആ ഒരു വിഡ്ജറ്റ് ഓപ്പൺ ആയി വരും. രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വിഡ്ജറ്റ് ഓപ്പൺ ആയി വരും. അതുപോലെ ഒരു ഓർഡറിലായിരിക്കും അത് വരിക. സോ നമുക്കിവിടെ തൽക്കാലം ഒരു ടെക്സ്റ്റ് കൊടുക്കാം, ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കാം. ഏത് വിഡ്ജറ്റും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ ഉദാഹരണത്തിന് ടെക്സ്റ്റ് കൊടുക്കുന്നു. സോ ഞാനിവിടെ ചാറ്റ്സ് എന്ന് കൊടുക്കാം, ചാറ്റ്സ് പേജ്. ഓക്കെ. അതുപോലെ നമുക്കിതിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. സൈസ് നമുക്കൊരു സ്റ്റൈൽ, അതുപോലെ ടെക്സ്റ്റ് സ്റ്റൈൽ, ഫോണ്ട് സൈസ് നമുക്ക് ഒരു 30 കൊടുക്കാം. അതുപോലെ ഇത് നമുക്ക് താഴോട്ട് 3 തവണ കോപ്പി ചെയ്യാം. താഴോട്ട് നമുക്കിതുപോലെ 3 തവണ കോപ്പി ചെയ്യാം. സോ നമുക്ക് ചാറ്റ്സ് പേജായി, അതുപോലെ സ്റ്റാറ്റസ് പേജ്, അതുപോലെ നമുക്ക് വേണ്ടത് കോൾസ് പേജ്. സോ നമുക്കിവിടെ ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാർണിംഗ് പോകുന്നതായിരിക്കും. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എറേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇവിടെയാണ് നമുക്ക് എറർ വന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ
കോമ കൊടുക്കണം. ഓക്കെ, ഓരോ ടാബ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ കോമ കൊടുക്കണം. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 3 ടാബ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ വാട്സപ്പിലൊക്കെ കാണുന്ന അതേ സെയിം സംഭവമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ്സ് പേജ് ഓപ്പൺ ആയി വരും. സോ സ്റ്റാറ്റസിലാണെങ്കിൽ സ്റ്റാറ്റസ് പേജ്, അതുപോലെ കോൾസിലാണെങ്കിൽ കോൾസ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. സോ ഇത് നമുക്ക് സെൻറ്ററിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഓരോ ചിൽഡ്രനിൽ വന്നതിന് ശേഷം ടാബ് ബാർ വ്യൂവിന് ഉള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫാക്ടറിൽ റാപ്പ് വിത്ത് സെൻറ്റർ എല്ലാത്തിനും അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. റാപ്പ് വിത്ത് സെൻറ്റർ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് ഇപ്പോൾ നമുക്ക് സെൻറ്ററിൽ നമ്മുടെ പേജിൻ്റെ സെൻറ്റർ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം നമ്മുടെ സ്കഫോൾഡിന് ഒരു ഡിഫാൾട്ട് ടാബ് കൺട്രോളർ എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിലോട്ട് മാറ്റണം. അതിനുശേഷം നമ്മൾ ലെങ്ത് ഇവിടെ കൊടുക്കണം, എത്ര ടാബാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ആ ടാബ്സ് നമ്മൾ ആപ്പ് ബാറിൻ്റെ ബോട്ടം എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ടാബ് ബാർ വ്യൂ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്, നമ്മൾ ടാബ് ബാർ വ്യൂവിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വിഡ്ജറ്റ് ഓർഡറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിനി ഇവിടെയും കോൺസ്റ്റൻ്റ് എന്ന് കൊടുക്കാം. കോൺസ്റ്റൻ്റ്. സോ നമുക്ക് ഒരു വാർണിംഗ് പോയി കിട്ടും. സേവ് ചെയ്യാം. സോ നമുക്കിനി ടെക്സ്റ്റിന് പകരമായി ഐക്കൺ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാബ് എന്ന് പറയുന്ന ഈ 3 ടെക്സ്റ്റ് വിഡ്ജറ്റ് നമുക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് പകരമായി നമുക്ക് താഴെ വരാം. താഴെ വന്നതിന് ശേഷം ഈ ലിസ്റ്റിനുള്ളിൽ നമുക്ക് ടാബ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിനുള്ളിൽ നമുക്ക് ഐക്കൺ എന്നുണ്ടായിരിക്കും. ഐക്കൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് ഐക്കൺ വിഡ്ജറ്റിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഐക്കൺസ് ഡോട്ട് നമുക്ക് ഹോം കൊടുക്കാം. ഐക്കൺസ് ഡോട്ട് ഹോം. അതുപോലെ 2ഉം 3ഉം രണ്ടാമത്തേത് നമുക്ക് സെറ്റിങ്സ് കൊടുക്കാം. സെറ്റിങ്സ് കൊടുക്കാം. മൂന്നാമത്തേത് നമുക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഷെയർ. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ടെക്സ്റ്റിന് പകരമായി നമുക്കിതുപോലെ ഐക്കണും ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൊടുത്ത ടാബ് ബാർ വ്യൂവിൽ കൊടുത്ത ആ ഒരു വിഡ്ജറ്റ്സ് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ലെങ്ത്ത് 3 കൊടുത്തത്, അതുകൊണ്ടാണ് നമുക്ക് 3 ലഭിക്കുന്നത്. സോ ഞാനിവിടെ 5 എന്ന് കൊടുത്ത ശേഷം ഇവിടെയും വന്നതിന് ശേഷം ടാബ് ബാറും ഞാനിതുപോലെ 5 ക്രിയേറ്റ് ചെയ്യുന്നു. 1 4 5. ഓക്കെ, അതിന് ശേഷം നമുക്ക് ടാബ് ബാർ വ്യൂ നമുക്കിതുപോലെ 5 ക്രിയേറ്റ് ചെയ്യണം. 3 ഓൾറെഡി ഉണ്ട്. സോ ബാക്കി 2 കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ഐക്കൺ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 5 ക്രിയേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് 5 ഐക്കൺ നമുക്കിതുപോലെ ലഭിക്കുന്നത്. സോ നമ്മൾ തൽക്കാലം ക്രിയേറ്റ് ചെയ്ത 2 എക്സ്ട്രാ 2 നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. സോ അതുപോലെ നമ്മൾ ടാബ് ബാറിലും ഡിലീറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ലെങ്ത് ഇവിടെ നമ്മൾ 3 കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എത്ര ടാബാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ലെങ്ത് ഇവിടെയും നമ്മൾ കൊടുക്കണം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ലഭിച്ച പോലെ നമുക്ക് 3 ഐക്കൺ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് സെലക്ട് ചെയ്യുന്ന ഐക്കണ് താഴെ നമുക്ക് ചെറിയൊരു ബ്ലൂ കളർ ലഭിക്കുന്നുണ്ട്. ഡീഫാൾട്ടായിട്ട് ഇൻഡിക്കേറ്റർ കളർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ടാബ് ബാറിനുള്ളിൽ വരുന്നു. അവസാനം ഈ ഒരു ലിസ്റ്റിന് അവസാനം വന്നതിന് ശേഷം ഇവിടെ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഇൻഡിക്കേറ്റർ കളർ. സോ നമ്മളിത് കളേഴ്സ് ഡോട്ട് നമ്മൾ ഒരു ഓറഞ്ച് കൊടുക്കാം. കളേഴ്സ് ഡോട്ട് ഓറഞ്ച്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഓറഞ്ച് കളർ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കളർ മാറ്റാൻ സാധിക്കും. അതുപോലെ അടുത്ത പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റർ സൈസ് ആണ്. സോ സൈസ് ഇത് റിസീവ് ചെയ്യുന്നത് ഒരു ടാബ് ബാർ ഇൻഡിക്കേറ്റർ ഡോട്ട് സൈസ്, ടാബ് ബാർ ഇൻഡിക്കേറ്റർ ഡോട്ട് സൈസ് ടാബ്, അതുപോലെ ലേബൽ എന്നുണ്ടായിരിക്കും. സോ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫാൾട്ടായിട്ട് ടാബ് ആയിരിക്കും സേവ് ചെയ്യാം. സോ ഈ മുഴുവൻ ടാബിനും ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണത്. സോ നമുക്ക് ഓറഞ്ചിന് പകരമായി യെല്ലോ കൊടുക്കാം. സോ നമുക്കൊന്നുകൂടി വ്യക്തമായി കാണുന്നതായിരിക്കും യെല്ലോ. സേവ് ചെയ്യാം. സോ ഈ ഒരു രീതിയിൽ നമ്മുടെ മുഴുവൻ ടാബിനും ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ അതുപോലെ ഡീഫാൾട്ട് ടാബ് ഇൻഡിക്കേറ്റർ സൈസ് ഡോട്ട് ലേബൽ എന്നുണ്ടായിരിക്കും. സോ ലേബലിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺ എത്രയാണോ, നമ്മുടെ കണ്ടൻറ്റ് എത്രയാണുള്ളത് അത്രയും ഭാഗം മാത്രം ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ വെയിറ്റ് ആണ്. സോ ഇൻഡിക്കേറ്റർ വെയിറ്റ് റിസീവ് ചെയ്യുന്നത് ഒരു ഡബിൾ വാല്യൂ ആണ്. സോ നമ്മൾ ഉദാഹരണമായി 20 എന്ന് കൊടുത്ത് സേവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ 20 വലിയൊരു സൈസാണ്. സോ നമ്മളൊരു 10 കൊടുക്കാം. സേവ് ചെയ്യാം.
നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടാബിനനുസരിച്ച് നമുക്ക് ആ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇനി ഈ ഒരു സൈസ് നമ്മളിപ്പോൾ ഡോട്ട് ടാബ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഡീഫാൾട്ട് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. ഓക്കെ, നമ്മുടെ ടാബ് എത്രയാണോ അത്രയും ലെങ്ത്തിൽ ലഭിക്കുന്നതായിരിക്കും. ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് എത്രയാണോ അതിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. സോ നമുക്കിതിൻ്റെ വെയിറ്റ് ഒരു 8 കൊടുക്കാം. സോ അതായിരിക്കും കുറച്ചുകൂടി യോജിച്ചൊരു വെയിറ്റ് എന്ന് പറയുന്നത്. സോ 8 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ മൊത്തം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. താഴെ വന്നതിന് ശേഷം ഇൻഡിക്കേറ്റർ എന്ന് കൊടുക്കുക. ഇൻഡിക്കേറ്റർ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ബോക്സ് ഡെക്കറേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റ്, ബോക്സ് ഡെക്കറേഷൻ എന്ന് പറയുന്ന വിഡ്ജറ്റ് കോൾ ചെയ്യാം. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ബോർഡർ റേഡിയസ് ആണ്. സോ ബോർഡർ റേഡിയസ്, നമുക്ക് ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ, ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ. സോ നമുക്കൊരു വാല്യൂ 20 കൊടുക്കാം. സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് അടുത്തതായി കൊടുക്കേണ്ടത് കളറാണ്. സോ നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മൾ കളർ കൊടുക്കാം. കളർ നമുക്ക് യെല്ലോ തന്നെ കൊടുക്കാം. കളേഴ്സ് ഡോട്ട് യെല്ലോ. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്കിതുപോലെ ഇൻഡിക്കേറ്റർ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്ക് കളർ ഇവിടെ നമുക്ക് യെല്ലോക്ക് പകരമായി പർപ്പിൾ കൊടുത്ത് നോക്കാം. പർപ്പിൾ. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് സ്ക്രോളബിൾ ആയിട്ടുള്ള ഒരു ടാബ് ബാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് മൂന്ന് ടാബാണ്. സോ നമുക്ക് സ്ക്രോളബിളായി നമ്മൾ മറ്റു ആപ്ലിക്കേഷനിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഒരുപാട് സ്ക്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ടാബ് ബാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ നമ്മൾ തൽക്കാലം ടാബ് ബാറിൻ്റെ സൈസ് നമ്മളൊരു 10 കൊടുക്കാം. അതുപോലെ ടാബ്സ് നമ്മൾ ഐക്കൺ നമുക്ക് തൽക്കാലം കമൻറ്റ് ചെയ്യാം. ഐക്കൺ കമൻറ്റ് ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് തന്നെയാണ്. സോ നമ്മൾ ഇവിടുന്ന് ഈ ടെക്സ്റ്റ് ഇത്രയും ഭാഗം കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു എറർ വരും. സാരമില്ല. സോ നമ്മൾ ചാറ്റ്സിന് പകരമായി നമ്മളിവിടെ മൂവീസ്, അതുപോലെ 10 ടാബ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 10 ടാബ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ മൂവീസ്, നമ്മൾ അതുപോലെ ഗെയിംസ്, ബുക്സ്, അതുപോലെ മറ്റ് കാറ്റഗറി നമ്മൾ cat 1 അതുപോലെ cat 2 തൽക്കാലം അങ്ങനെ കൊടുക്കാം. സോ നമുക്ക് 10 ടാബ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് ടാബ് ബാർ വ്യൂ നമുക്ക് 10 എണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ തൽക്കാലം ഇത് തന്നെ താഴോട്ട് ഇപ്പോൾ 3 എണ്ണമാണ് ഉള്ളത്. സോ നമ്മൾ 4, 5, 6, 7, 8, 9, 10 സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെയുള്ള ടാബ്സ് എല്ലാം അടുത്തടുത്താണ്, ഇതുപോലെ അടുത്തടുത്താണ്. സോ നമുക്കത് സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ടാബ് ബാറിൽ വന്നതിന് ശേഷം നമ്മൾ സ്ക്രോളബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ താഴെ വന്നതിന് ശേഷം ഈസ് സ്ക്രോളബിൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മളത് ട്രൂ ആക്കി കൊടുക്കുക. ട്രൂ ആക്കി കൊടുത്ത് സേവ് ചെയ്യുക. ട്രൂ ആക്കി കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാബ്സ് ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ സാധാരണ ആപ്പിലൊക്കെ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഓരോന്നും ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് സ്ക്രോളബിൾ ആയിട്ടുള്ള ടാബ്സ് നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എത്ര വേണമെങ്കിലും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അത്രയും ടാബ് ബാർ വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെങ്ത്തും ഇവിടെ നമ്മൾ കറക്റ്റായി കൊടുക്കേണ്ടതുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലട്ടർ ഉപയോഗിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിൽ ടാബ് ബാർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.